സാധാരണ രീതിയിൽ നമ്മളൊരു ഓൺലൈനുമായി ബന്ധപ്പെട്ട സംസാരങ്ങൾ വരുമ്പോൾ ആദ്യമേ തന്നെ കസ്റ്റമറെ അക്വയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എല്ലാവരും മെറ്റ ആഡ്സ്, ഗൂഗിൾ ആഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് സാധാരണ കേട്ടുവച്ചത്. പക്ഷെ ഒരു പ്രോഡക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഒരു കമ്പനി എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അതിൽ ആമസോൺ ആഡ്സിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളതാണ്. ആമസോൺ ആഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ഗൂഗിൾ ആഡ്സ് പോലെയോ മെറ്റ ആഡ്സ് പോലെയോ അത്ര സിമ്പിൾ അല്ല, നിങ്ങൾ അത്ര കേട്ട് പരിചയമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഭയങ്കര പവർഫുൾ ആണ്. കാരണം പ്രോഡക്റ്റ് സെർച്ച് ചെയ്യുന്ന ഏതൊരാളുടെ മുമ്പിലേക്കും ഗൂഗിൾ ആണെങ്കിൽ പോലും കൊണ്ട് കാണിക്കുന്നത് ആമസോണിന്റെയും കൂടി കൂടിയിട്ട് പരസ്യങ്ങളായിരിക്കും. അതിന് ബാക്ക് എൻഡിൽ നിന്ന് ആമസോൺ ഒത്തിരി കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരാൾ ഒരു പ്രോഡക്റ്റ് സെർച്ച് ചെയ്യാണ്, ഉദാഹരണത്തിന് ഒരു ഐഫോൺ, ആപ്പിൾ ഐഫോൺ സെർച്ച് ചെയ്യുകയാണെങ്കിൽ അതിൽ ആ കീവേഡ് വെച്ചിട്ടുള്ള ആഡ്സ് ഗൂഗിൾ ആഡ്സിലും മെറ്റയിലും എല്ലാം റൺ ചെയ്യുന്നുണ്ടെങ്കിലും ഫസ്റ്റ് ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞ് കാണിക്കുന്നത് ആമസോണിന്റെ ലിസ്റ്റിങ്ങിലുള്ള പ്രോഡക്റ്റ് ആയിരിക്കും. അപ്പൊ അവിടുന്ന് തുടങ്ങുന്നുണ്ട് ആമസോണിന്റെ ഒരു ആഡിന്റെ സ്ട്രാറ്റജി. അത് വെച്ച് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്ത് ഏറ്റവും ഫൈനസ്റ്റ് ആയിട്ടുള്ള കസ്റ്റമറെ ചൂസ് ചെയ്യാൻ വരെ ഇങ്ങനെയുള്ള ആഡുകൾ യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ നെവർ ഇഗ്നർ ആമസോൺ ആഡ്സ്.